കോഡും കാര്യങ്ങളൊക്കെ മൊത്തം വിടിയിപ്പിക്കണം നമ്മൾ, എന്നിട്ട് ഇത് ഫുള്ള് ഊരിയെടുക്കണം. നമുക്കിന്ന് വന്നിരിക്കുന്നത് 2010 മോഡൽ വാഗനറാണ്. അതിൽ വരുന്ന നോർമൽ സ്റ്റീരിയോ സിസ്റ്റം മാറ്റി നമ്മളിന്നൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 സ്ക്രൂ ഉണ്ടാവും. ഇത് നമ്മൾ ആദ്യം ഊരിയെടുക്കണം. കോഡും കാര്യങ്ങളൊക്കെ മൊത്തം വിടിയിപ്പിക്കണം നമ്മൾ, എന്നിട്ട് ഇത് ഫുള്ള് ഊരിയെടുക്കണം. ഇതാണ് ആ പഴയ സ്റ്റീരിയോ. ഇതിൽ ഒറിജിനൽ വരുന്ന സ്റ്റീരിയോ ആണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ഏരിയയിൽ കൂടിയൊക്കെയാണ് വയർ വലിച്ചിരിക്കുന്നത്. നമ്മളിനി ഇത് ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആക്കി മൊത്തം മാറ്റേണ്ട വരും. ഈ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. ഈ പഴയ കോഡാണ് ഇത്. നമ്മളിനി ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് വന്നത് വേറെ ടൈപ്പാണ്. അപ്പോൾ നമ്മളതൊക്കെ മാറ്റേണ്ടി വരും. ഇനി ഡോർ സ്പീക്കർ നമ്മൾ മാറുന്നുണ്ട്. അതും ഹൊസാനിയുടെ തന്നെയാണ് മാറുന്നത്. അത്യാവശ്യം വില കുറവുള്ള സാധനമാണ് വരുന്നത്, അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമല്ല. നമ്മൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഇതിന് പകരമായിട്ട് ഇതുപോലൊരു പാനൽ കയറ്റേണ്ടി വരും. ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്കിൽ കിടക്കുന്നത്. കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്കാണ് ഈ കാണുന്നത്. ഇതിനകത്ത് മൈക്ക് ഉണ്ടാവും. നമുക്ക് ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്, കോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണ് തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു സാധനമാണ്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ, ഹീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി വരുന്ന വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ്. കോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ കോഡും കാര്യങ്ങളൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. USB കേബിളും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. എൻ്റെ USB ഇതുണ്ട്. നമുക്ക് പെൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ കുത്താനായിട്ടുള്ളതാണ്. ക്യാമറയുടെ ഒരു ഇതും വരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ മാറ്റിക്കൊണ്ട് നല്ലൊരു ക്വാളിറ്റി ക്യാമറ കയറ്റിയിട്ടുണ്ട്. പിന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. GPS സ്ലോട്ടാണിത്. അടുത്ത വന്നു വെച്ച പാനലും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ ഒറിജിനൽ സെറ്റാണ് അവർ വരുന്നത്. കെൻവുഡിൻ്റെ വരുന്നത് അവർ മേടിക്കുമ്പോൾ തന്നെയുള്ളതാണ്. ഈ പാനൽ നമ്മൾ മാറ്റിക്കൊണ്ടാണ് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ളൊരു പാനൽ കയറ്റും. ആയിരിക്കും ഇനി കയറ്റുന്നത്. കമ്പനി വരുന്ന ഇതിലേക്ക് നമ്മുടെ സെറ്റിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന കണക്ഷനൊക്കെ കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം എന്ന് പറയുന്നത് നമ്മൾ വയറിംഗ് കിറ്റ് കട്ട് ചെയ്യാതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ വണ്ടിക്ക് വരുന്ന മോഡലാണ്. ഈ സെറ്റിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇത് കറക്റ്റ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണം എപ്പോഴും കൊടുക്കാൻ. ഇതാണ് നമുക്ക് വരുന്ന ആ സിസ്റ്റം. ജസ്റ്റ് അതിലോട്ട് പ്ലഗ് ചെയ്താൽ മാത്രം മതി. ഇത് ഈ പാനലിലോട്ട് ഈ നമ്മുടെ സെറ്റ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ നോക്കണം. നാല് സ്ക്രൂ തന്നെ ഉണ്ടാകും. 4 സ്ക്രൂവും ഇതിലോട്ട് പുള്ളി ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വെച്ച കാറ്റ് കൊള്ളാമല്ലോ. തിരിച്ചു വെച്ച കാറ്റ് കൊള്ളാം. ഫാൻ നല്ലൊരു ക്വാളിറ്റി മൈക്കൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. നമുക്ക് ഓഡിയോ ക്വാളിറ്റി അധികം വേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഈ കോള് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ മൈക്ക് കൂടുതലും യൂസ് ആകത്തുള്ളൂ. പിന്നെ വരുന്നത് ക്യാമറ നമുക്ക് നോർമലി വരുന്ന ക്യാമറേനേക്കാളും നല്ലൊരു ക്യാമറ സെപ്പറേറ്റ് പൈസ കൊടുക്കുക ആഡ് ചെയ്ത് മേടിച്ചാണ്. പിന്നെ വരുന്ന ക്യാമറ അല്ല ഇത്. അത്യാവശ്യം കൂടുതൽ നെക്സോണൊക്കെ ആ ടൈപ്പിനൊക്കെ വന്നൊരു ടൈപ്പ് ക്യാമറയാണ്. ആൻറ്റിനയുടെ സിഗ്നലാണത്. അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അധികം ബലമൊന്നും കൊടുത്ത് നമ്മൾ പ്രസ് ചെയ്തിരിക്കുക. ഈ സൈഡിലെ സ്പീക്കർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സ്പീക്കർ വെച്ചൊന്ന് മാറാൻ പോവുകയാണ്. ഈ വണ്ടി ബേസ് മോഡലായിരുന്നതുകൊണ്ട് പിന്നെ ഈ സൈഡ് സ്പീക്കറിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാറി വെക്കാൻ പോവുകയാണ്. അതിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്.
അതുകൊണ്ട് ആദ്യം നമ്മൾ ഗ്ലാസ് വെക്കുന്ന ആ ലിവർ ഊരിയെടുക്കണം. ഇവിടെയും ഇവിടെ ആയിട്ട് 2 സ്ക്രൂ ഉണ്ടാവും. അത് രണ്ടും നമ്മൾ അഴിച്ചെടുക്കണേന്. ഇതിനകത്തോട്ട് ജസ്റ്റ് തള്ളി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഈ ക്ലിപ്പ് ഊരിപ്പോരും. പൊട്ടിയതല്ല, ഊരണ സൗണ്ട് അങ്ങനെ കേൾക്കണതാണ്. രണ്ടുപേരും പെട്ടെന്ന് അടിച്ചൊക്കെ പോകും. ഇതിനുള്ളിൽ ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ടാവും. അത്യാവശ്യം കാണാനൊക്കെ തന്നെ നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് ഓപ്ഷൻ, അതുപോലെ തന്നെ GPS കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പാനലുണ്ടാവും. ഇത് അഴിച്ചു കഴിയാൻ നേരത്താണ് നമുക്കിവിടെ പോലെ വയറും കാര്യങ്ങളും സീറ്റ് ബെൽറ്റിൻ്റെ സാധനങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുന്നാണ് നമ്മൾ ആ സപ്ലൈ എടുക്കുന്നത് അങ്ങോട്ട്. നമ്മൾ വയർ വലിക്കാനായിട്ടുള്ള സോക്കറ്റ് നോക്കുകയാണ്. ഇവിടെയായിട്ടാണ് ആ സോക്കറ്റ് ഇരിക്കുന്നത്. സ്പീക്കറിൻ്റെ സോക്കറ്റ് കമ്പനിയിൽ നിന്ന് വരുന്നത് ഇവിടെ വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് 2 ചാനലുണ്ടാവും. ഒന്ന് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ, പിന്നെ ഒന്ന് സ്പീക്കറിൻ്റെ ആയിരിക്കും. കമ്പനി സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടിക്ക് ഇവിടെ ഈ സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അല്ലാത്ത വണ്ടികൾക്കൊന്നും ഉണ്ടാകത്തില്ല. അല്ലാത്ത നമ്മൾ സെപ്പറേറ്റ് ഇതിൻ്റെ അടിയിൽ കൂടി വലിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ കമ്പനി ബേസ് മോഡൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ സാധനം ഉള്ളത്. സ്പീക്കർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സെൽഫ് സ്ക്രൂവിന് പകരമായിട്ട് സെൽഫ് ബോൾട്ട് അടിക്കാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പറ്റില്ല ഇതുപോലെ ഒരു വാഷർ ഉണ്ടാവും, റബ്ബർ വാഷർ. ഇത് കറക്റ്റ് സീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്പീക്കറിന് സൗണ്ട് കേൾക്കുമ്പോൾ വൈബ്രേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാക്സിമം എപ്പോഴും സെൽഫ് ബോൾട്ട് അടിക്കാൻ നോക്കിയാൽ മതി, ഈ വാഷറുള്ള ടൈപ്പ് ബോൾട്ട്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ് ഈ സെറ്റിന്. നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കും കിട്ടും. കാണാൻ സൗണ്ട് ക്വാളിറ്റി അധികം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ക്യാമറയാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ സെറ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതല്ല, നമുക്ക് അഡീഷണൽ വാങ്ങിച്ചാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ബാക്കിലോട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളതിൻ്റെ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് മറ്റായിട്ട്. ഇത് ക്യാമറയുടെ പൊസിഷൻ കറക്റ്റ് കൊണ്ടിരിക്കുകയാണ്. തലതിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് പൊസിഷനിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ള ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തലതിരിഞ്ഞ് പോകും. ക്യാമറ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.